കാസർഗോഡ് ഒരു പാവപ്പെട്ട സ്ത്രീ 2 ദിവസങ്ങൾക്ക് മുമ്പ് കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു അവർക്ക് CPM-കാരെ പേടിച്ചിട്ട് അവരുടെ തെങ്ങിൽ നിന്ന് തേങ്ങ ഇടാൻ പോലുള്ള അവസ്ഥയില്ല എന്നുള്ള കാര്യം. അപ്പൊ അവർ ഈ രാജ്യത്ത് പേടിച്ചല്ലേ ജീവിക്കുന്നത്? അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഇവിടെ പേടിച്ച് ജീവിക്കുന്നുണ്ട്. കണ്ണൂരിൽ ചെന്ന് കഴിഞ്ഞാൽ ചിത്രലേഖ എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ട്. അവരെ ഓട്ടോ ഓടിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെ വഴി നടക്കാൻ പോലും നിങ്ങളെ സമ്മതിക്കാറില്ല. അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് ഭയപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ആദ്യം നിങ്ങൾ സ്വന്തം കണ്ണിലിരിക്കുന്ന ആ കോലം എടുത്ത് കളഞ്ഞിട്ട് മറ്റുള്ളവരുടെ കണ്ണിലേക്ക് നോക്കണം. അതാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. ആരെങ്കിലും ഭയപ്പെട്ട് ജീവിക്കുന്നത് അത് പറയാൻ വേണ്ടി ബൈബിൾ വേണമല്ലേ? അതിനെങ്കിലും ബൈബിൾ എടുത്ത് പറഞ്ഞാൽ നല്ല കാര്യമാണ്. നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ അനാവശ്യ വിഷയങ്ങളിൽ എന്തിനാണ് സാറേ മതം വരച്ചിട്ട്? നിങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ലേ? നിങ്ങൾ ഹിന്ദു രാഷ്ട്രം അരിയെടുത്തൊരു കിറ്റിനകത്തിട്ട് കൊടുത്ത് അതെങ്കിലും പറയാനുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അത് പറയാനില്ല. സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യം പറയാനില്ല. റോഡുകളുടെ കാര്യം പറയാനില്ല. നിങ്ങൾക്ക് തൊഴിലിന്റെ കാര്യം പറയാനില്ല. വ്യവസായത്തിന്റെ കാര്യം പറയാനില്ല. നിങ്ങൾക്ക് ഒന്നും തന്നെ പറയാനില്ല. ആകെ പറയാനുള്ളത് മതം 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 മതം. എന്നിട്ട് മറ്റുള്ളവരുടെ മെക്കിട്ടേക്ക് നിങ്ങൾ മതം പറയുന്നത് കയറുകയാണ്. ഇത് നടപ്പിലാവുന്ന കാര്യമല്ല.